ഇനി ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഷോർട്ട് പോയിന്റ്സ്. ഫസ്റ്റ് വൺ, ആ ഇലക്ട്രിക് കറണ്ടിനെ ചാർജ് ബൈ ടൈം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ആൻഡ് സിൻസ് ചാർജ് ഇസ് ഈക്വൽ ടു n into E, where n is the number of electrons, or we can denote number of electrons as capital N, and E is the charge of the electron. അപ്പോൾ അതിനെ നമുക്ക് NE/T എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം, where T is the time, Q is the charge. ദാറ്റ് ഈസ് നമ്മൾ ഒരു കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസ് കണ്ടില്ലേ, total charge of the free electrons passing through that conductor at a particular time. Okay, now it's അതിൻ്റെ SI യൂണിറ്റ് ആംപിയർ ആണ്, A ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ബട്ട് ഇറ്റ് ഹാസ് ഡിറക്ഷൻ. നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺ. ഫ്രീ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇങ്ങോട്ടാണെങ്കിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരുന്നു. പക്ഷേ ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷനും ഉണ്ട്, പക്ഷേ ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി. സോ ഇതിന് നമുക്കറിയാം സ്കേലാറും വെക്ടേഴ്സിനാണ് ഡയറക്ഷൻ ഉള്ളത്, സ്കേലാറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു എക്സെപ്ഷണൽ കേസാണ് ഇലക്ട്രിക് കറണ്ട്. ഇതെന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ബട്ട് ഇറ്റ് സ്റ്റിൽ ഹാസ് എ ഡയറക്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇലക്ട്രിക് കറണ്ട്. നൗ ലെറ്റ്സ് മൂവ് ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി. Drift velocity is the average velocity of the free electrons inside the conductor whenever there is a potential difference applied across it. അതായത് നമ്മളൊരു കണ്ടക്ടർ എടുത്തു, അതിനെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്തെ ഇലക്ട്രോൺസിൻ്റെ ആവറേജ് വെലോസിറ്റിനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം, മീൻ ഫ്രീ പാത്ത് ആൻഡ് റിലാക്സേഷൻ ടൈം. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇടയ്ക്ക് എത്ര കൊളീഷൻസ് ഉണ്ടാകുന്നു, അതിനെയാണ് മീൻ ഫ്രീ പാത്ത് ലാംഡ എന്ന് വിളിക്കുന്നത്. അടുത്തത് റിലാക്സേഷൻ ടൈം, ടോ. ഇതിനെ വിളിക്കുന്നതാണ് ടോ. ടി പോലൊക്കില്ലേ, ടിയും ഓയും കൂടെ ഒരുമിച്ച് എഴുതിയ പോലൊക്കില്ലേ, സോ ദാറ്റ് ഈസ് ടോ. ആൻഡ് ടോ ഈസ് എത്ര ടൈം ട്രാവൽ ചെയ്യുക, എത്ര ടൈം എടുത്തു ട്രാവൽ ചെയ്യാൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കൊളീഷൻസിനെയാണ് ടോ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് വി ഡിനെ ഡിഫൈൻ ചെയ്യാം. വി ഡിയുടെ ഇക്വേഷൻ എഴുതാം, വി സ്മോൾ ലെറ്റർ ഡി സബ്സ്ക്രിപ്റ്റ് ആയിട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ടോ. ഇത് ഡിസ്റ്റൻസ് ബൈ time ആണ്, velocity equal to distance by time. Here distance is taken as mean free path and time is our tau. Okay, so throughout this chapter we will be using this tau. Okay, so that is drift velocity. Now we are going to find the relationship between drift velocity and current. Okay, so drift velocity relation, V is equal to U plus AT. This is our Newton's law of equation. ഇവിടെ വെലോസിറ്റിനെ നമുക്ക് വി ഡി എന്ന് ഇനീഷ്യലി യു ഡി എന്ന് വിളിക്കാം, പ്ലസ് എ. ടൈമിന് വരെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ടോ. ഓക്കെ, ടോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സേ ദിസ് യു ഡി ഈസ് 0, കാരണം ഇനീഷ്യലി ആ ഇലക്ട്രോൺസ് എല്ലാം റെസ്റ്റിലാണെന്ന് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുക. സോ യു ഡി 0 ആണെങ്കിൽ നമുക്ക് വി ഡിനെ എങ്ങനെ എഴുതാം, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈക്വൽ ടു എ ടോ എന്ന് എഴുതാം. ഓക്കെ, എ ഈസ് ദ ആക്സിലറേഷൻ. നൗ വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ആക്സിലറേഷൻ, ഇറ്റ് ഈസ് ഫോഴ്സ് ബൈ മാസ്. ഓക്കെ, ഫോഴ്സ് ഇലക്ട്രിസിറ്റിയുടെ കേസിൽ ഫോഴ്സിന് നമുക്ക് ക്യു ഇ എന്ന് എഴുതിക്കൂടെ, ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ക്യു ഇന്ന് എഴുതാം, ക്യു ഇ ബൈ എം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഇലക്ട്രോൺസ്, ഇവിടെ ഇലക്ട്രോൺസ് ആണ്, അപ്പോൾ ക്യൂവിന് നമുക്ക് മൈനസ് ഇ ബൈ എം എന്ന് എഴുതാം. മൈനസ് ഇ കാരണം നമ്മൾ അതിൻ്റെ സൈനും കൂടെ കണക്കാക്കുകയാണ്. ഓക്കെ, കാരണം പിന്നെ നമുക്ക് അറിയാം ഇലക്ട്രിസിറ്റിയും ഇലക്ട്രോൺസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ആക്ച്വലി ഈ മൈനസ് ഇല്ലാതെ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ചെയ്യാം. ഈ മൈനസ് ഞാൻ ജസ്റ്റ് കാണിച്ചാണ് ഇവിടെ ഉണ്ടെന്ന്. ഓക്കെ, ദറ്റ് ഈസ് മൈനസ് ഇ ബൈ എം. ഓക്കെ, സോ നമ്മൾ മൈനസ് ഇല്ലാതെയാണ് ബാക്കി ഇക്വേഷൻ എല്ലാം ഡെറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. നൗ we get VD is equal to E tau by M. സ്മോൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ്, ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, tau is our relaxation time and M is the mass of the electron. Okay, so we got this equation. Now I is equal to NE by T, right?
this is the equation. നമുക്ക് പഠിക്കാനുള്ള equation VD equal to E tau by M. Now ഇത് നമുക്ക് കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ, മനസ്സിലിരുന്നോ. I is equal to NE by T ആണല്ലോ. ഇനി നമുക്ക് ഈ Nനെ നമുക്ക് സ്മോൾ n ഇൻറ്റു വോളിയം എന്ന് എഴുതിക്കൂടെ. ദാറ്റ് ഈസ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണല്ലോ. സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ്. സ്മോൾ n ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. സോ സ്മോൾ എൻ്റെ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ക്യാപിറ്റൽ n ഇൻറ്റു വോളിയം ഇൻറ്റു E ബൈ ടി എന്ന് എഴുതാം. ഇനി വോളിയത്തിനെ എങ്ങനെ എഴുതാം? ഏരിയ ഇൻറ്റു ലെങ്ത് ആൻഡ് NEA L by T വെലോസിറ്റി അല്ലേ. ദറ്റ് ഈസ് NEAVD. Therefore the relation becomes I is equal to NEAVD, and this is the relation between electric current and drift velocity. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഇൻട്രൊഡക്ടറി സെഷൻ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്സസ്. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.